എടി മാധുർന്ന് എന്തെങ്കിലും പറയടി. അപ്പച്ചി, അപ്പച്ചിയുടെ സ്വന്തം വീട്ടിലേക്ക് വരുന്നതിൽ ഞാൻ എന്ത് അഭിപ്രായം പറയാനാ? നിനക്ക് ഒരു അഭിപ്രായവും ഇല്ലേ? ഇല്ല, എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ചുമ്മാ എന്നെ വന്ന് ചൊറിയരുത്. എനിക്ക് നല്ല ദേഷ്യം വരും കേട്ടല്ലോ. ചൊറിഞ്ഞാ നീ എന്ത് ചെയ്യും? ചൊറിഞ്ഞാലേ എന്റെ ഈ സുന്ദരമായ മുഖം ഉണ്ടല്ലോ, വികൃതമായ മുഖമായിട്ട് അങ്ങ് മാറും. അയ്യോ, മോളുടെ സുന്ദരമായ മുഖാണെന്ന് ആര് പറഞ്ഞു? മോന്ത കണ്ടാലും മതി, പ്രേതം പോലുണ്ട്. ഓ, അങ്ങനെയാണല്ലേ? എന്നാലും അപ്പച്ചി ഇവിടെ വരുന്നത് എനിക്കെന്നല്ല, ഈ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പച്ചി എന്തിനാ ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ കെട്ടിയടിച്ച് വരുന്നത്? അവിടെയാണ് ഇരുന്നാ പോരെ. ഇതാണ് എന്റെ അഭിപ്രായം. ഞാൻ എന്റെ വീട്ടിലേക്ക് ഇനി വരൂടി, ഇനിയും വരും. ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യും. നിന്റെ അമ്മയ്ക്കും നിന്റെ ചേച്ചിക്കും നിനക്ക് മനസ്സിലേക്ക് എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? ആ, വെരി ഗുഡ്. മോളെ കൃഷ്ണേ, ആ, അത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അച്ഛാ? ഇത് നിന്നോട് മാത്രമായിട്ട് പറയാനുള്ളതാ. മോളൊന്നിങ്ങി വന്നേ. അപ്പച്ചി ഒന്ന് വെളിയിലോട്ട് പോയ അച്ഛൻ എന്നോട് എന്തോ രഹസ്യം പറയാനുണ്ട്. നിങ്ങൾക്കല്ലേ രഹസ്യം പറയാനുള്ളത്? നിങ്ങൾ വേണമെങ്കിൽ പുറത്തേക്ക് പോക്കോ, ഞാൻ അവിടെ നിന്ന് പോവില്ല. മോളിങ്ങി വാ, മോളോട് മാത്രം പറയാനുള്ളതല്ലേ. ബാ. അപ്പച്ചി ഇവിടുന്ന് പോവാണ്ട് രഹസ്യം പറയണ്ട അച്ഛൻ എന്റെ അടുത്ത്. ഒന്ന് സഹകരിക്കും പ്ലീസ്. ഒന്ന് പുറത്ത് നിൽക്കും, ഞാൻ സീക്രട്ട് പറയാനാ. ചേട്ടനപ്പോ ചേട്ടന്റെ കുടുംബമാണ് വലുത്. ഞാനൊക്കെ വഴിപോക്കി. കറക്റ്റാ. നീ ഇനി അതേ പിടിച്ച് തൂങ്ങാൻ നിൽക്കണ്ട. നീ അവിടെ ഇരുന്നോ, ഞാൻ പറയാനുള്ള പറയാം. മോളെ നമ്മുടെ സഞ്ജുവേ അമ്മാവന്റെ വീട്ടിൽ തേങ്ങ കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നല്ലോ. എന്നിട്ട് അവന്റെ മുഖം ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയെന്നേ. എന്താന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. അത് പിന്നെ ഒരു ചാക്ക് തേങ്ങ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്നല്ല എനിക്ക് വേറെ ദേഷ്യം വരും. ഇടി അതൊന്നും അല്ല പ്രശ്നം, അവന് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോ എന്നെ കടിച്ചു തിന്നാൻ വരിക. അത്രയുള്ള കാര്യം ഞാൻ ചോദിച്ചിട്ട്. ഉപകാരം ചെയ്തില്ലല്ലോ, ഉപദ്രവം ചെയ്യരുത്. ഇതുകൊണ്ടാണ് ഞാൻ അവളോട് സീക്രട്ട് പറയാൻ പറഞ്ഞത്. നീ അവിടെ ഇരി. മോളെ, നീ അവനുമായിട്ട് നല്ല സിംഗല്ലേ? മോളൊന്ന് ചോദിച്ചാൽ അവൻ പറയും കാര്യം എന്താ. ഞാൻ ചോദിച്ച കാര്യം പറയൊക്കെ ചെയ്യും. ഞാൻ ചോദിക്കാം. ചോദിക്കും. ഇപ്പൊ തന്നെ ചോദിക്കും. ഞാനും വരാം. അമ്മാവന്റെ വീട്ടിൽ എന്താ നടന്നതെന്ന് എനിക്ക് അറിയണം. ഞാനും വരാം. വായോ, എല്ലാരും വായോ. വലിയ അമ്മാമ നിൽക്കുന്ന കൊച്ചു പിള്ളേരോടെ ഈ പണിയെല്ലാം കാണിക്കുന്നത്. നാണില്ല, നാണം. ഞാൻ ആയതുകൊണ്ടൊന്നും മിണ്ടിയില്ല, എല്ലാം കേട്ടോണ്ടെങ്കിൽ തോന്നുന്നു. അല്ലെ ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുത്താൻ. നീ എന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കണേ? ഞാൻ അയൽക്കൂട്ടം കൂടാൻ വന്ന് വരുന്ന. എന്നിട്ട് നീ ഒറ്റയ്ക്കല്ലേ ഉള്ളു, വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ 4-5 പെണ്ണുങ്ങളെ വിളിച്ചു കൂടി കൂടാൻ നീ വരുന്ന കാടി. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്റെ വീട്ടിൽ ദേഷ്യപ്പെടുന്നു. ഞാൻ നിനക്ക് ഇപ്പൊ എന്താ കുഴപ്പം? എന്താ നീ മാറുന്നേ? ദേഷ്യപ്പെട്ട ആൾക്കാരോട് നമ്മൾ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. പറ്റി ഞാനൊന്ന് സമാധാനം തീർന്നോട്ടെ. നിങ്ങൾ ഇവിടെ ഒന്ന് പോയി തരുമോ? ഇത്ര മാത്രം ദേഷ്യം വരാൻ അമ്മാവനോട് എന്ത് ചെയ്താടാ? അമ്മ ഫുൾ ഉടായ്പ മൊത്തത്തിൽ ഉടായ്പ. കള്ളൻ. എന്റെ അമ്മാവൻ ഉടായ്പൊന്നല്ല, നീ ഉടായ്പനായതുകൊണ്ട് നിനക്ക് തോന്നണതാ. ഓ, വലിയ അമ്മാവൻ ഫാൻ. പുള്ളിയെ വീഴ്ത്തി അങ്ങ് പൂജിക്കാൻ അങ്ങോട്ട് നിങ്ങളെല്ലാം കൂടെ. അമ്മാവന്റെ കുറെ മരുമക്കളെ വന്നേക്കുന്നു. ഇപ്പൊ എന്താണ് എന്തുവാടേ വന്നല്ലോ അമ്മാവന്റെ മരുമോൻ. മരുമോൻ എന്താ കുഴപ്പം? നീ കുറെ നേരം അല്ല കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങിയിട്ട്. കാര്യം എന്താ വെച്ചാൽ പറയണേ. പറയടേ. ഞാൻ ഇവിടുന്ന് തേങ്ങയെല്ലാം മേടിച്ചു കെട്ടി അമ്മാവനെ കാണാൻ വേണ്ടി പോയില്ലേ? പതുക്കെ. ഞാൻ ഇവിടുന്ന് തേങ്ങയെല്ലാം മേടിച്ചു കെട്ടി അച്ഛന്റെ അമ്മാവനെ കാണാൻ വേണ്ടി പോയില്ലേ? പോയി. അപ്പൊ അവിടെ ആരൊക്കെ വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. ഓണായി കഴിഞ്ഞാൽ അവിടെ നിറച്ച ആൾക്കാരായിരിക്കും. നമ്മുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവിടെ. എനിക്കൊന്നിനെ കണ്ടു മനസ്സിലായി. ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോയി. ഞാൻ പോയപ്പോഴത്തേനും അമ്മാവൻ എന്നെ അപ്പൂപ്പൻ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ പ്രകാശന്റെ മോണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പൊ അവിടെ ഇരുന്ന് ഏതാ കളവൻ ചോദിച്ചു, മോൻ എന്താ ചെയ്യുന്നത്? സ്വാഭാവികം. പെട്ടുപോയല്ലേ നീ? പെടാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നെ ജോലിയുള്ളതായി നോക്കിയിരിക്കുന്ന. അത് ഞാൻ പറഞ്ഞു. അപ്പൊ അച്ഛന്റെ അമ്മാവൻ അവരോട് പറയുകയാണ്, ഡോക്ടറുടെ മക്കള് ഡോക്ടറാവും, വക്കീലിന്റെ മക്കള് വക്കീലാവും, ഇവന്റെ അപ്പം ഭയങ്കര ഫ്രോഡാണ്, ഇവനൊരു ഫ്രോഡാവും. എന്നിട്ട് ഒറ്റ ചിരി കക്കാന്ന് പറഞ്ഞു. എടാ നിന്റെ കയ്യൊന്ന് കാണിച്ച്. എതിര് തൊലി ഉരിഞ്ഞോ നോക്കാനായിരുന്നു. തൊലിയല്ല ഉരിഞ്ഞത്. ഞാൻ അവിടെ വന്ന് മൊത്തത്തിൽ ഉരുകി പോയില്ല. എനിക്കൊന്നും പറയാനും പറ്റിയില്ല. എടേത് ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ അങ്ങോട്ട് വിട്ടത്. അത് മാത്രമല്ല, ഈ പ്രായമായ അമ്മാവന്മാരും അപ്പന്മാരൊക്കെ ഇങ്ങനെയൊക്കെ പറയൂടെ, അത് വിട്ടുകളാ. പ്രായമായി കഴിഞ്ഞാൽ ആരും ഇതിക്ക് നിൽക്കണം. പിന്നെ എനിക്ക് ദേഷ്യപ്പെടാൻ പിന്നെ അച്ഛൻ്റെ അമ്മാനോട് ദേഷ്യപ്പെടാൻ പറ്റുക? ഒരു അമ്മാനെ സൈഡ് നിൽക്കുക, എന്നോട് കാര്യം കേൾക്കരുത്. ഞാൻ ആരുടെ സൈഡൊന്നും നിന്നൊന്നുമല്ല. എന്നാലും ചേട്ടാ അമ്മാവൻ ചെയ്ത് വളരെ മോശമായി പോയി ചേട്ടാ. അവനെ മാത്രമല്ലോ എന്നെയും കൂടെ അല്ലേ അപമാനിച്ചിരിക്കുന്നത്. പാവ, അവനെ ഞാൻ പോയി സംസാരിച്ചിട്ട് കേട്ടോ.